Let's now consider the frequency hopping spread spectrum. This frequency hopping is a form of CDMA where a digital code is used to continually change the frequency of the carrier. Here the carrier is first modulated by the data message and then upconverted using a frequency synthesized local oscillator whose output frequency is determined by an n-bit pseudo-random noise code produced in a spreading code generator. The simplified block diagram for a frequency hopping spread spectrum transmitter is shown in this figure. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഡേറ്റനെ ഫസ്റ്റ് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നു. ഈ ഒരു ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് FSK മോഡുലേഷനാണ്. FSK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് മോഡുലേഷൻ ടെക്നിക്കാണ്. അതായത് 0നെ ഒരു ഫ്രീക്വൻസി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, 1നെ വേറെ ഒരു ഫ്രീക്വൻസി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. രണ്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് നമ്മൾ യൂസ് ചെയ്യുന്നു 0നെയും 1നെയും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. അതാണ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് മോഡുലേഷൻ എന്ന് പറയുന്നത്. സോ ഡേറ്റനെ ഫസ്റ്റ് നമ്മൾ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് മോഡുലേറ്റ് ചെയ്യുന്നു. ദെൻ അതിനെ വേറൊരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ അപ്പ് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ആ ഒരു ഫ്രീക്വൻസി ചേഞ്ച് ഏതൊരു ഫ്രീക്വൻസിയിലേക്കാണ് അത് അപ്പ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു കോഡ് യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ ഈ ചിപ്പ് കോഡ് യൂസ് ചെയ്തിട്ടാണ് ഏത് ഫ്രീക്വൻസിയിലേക്കാണ് ഇതിനെ അപ്പ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം ആ ഒരു സ്പ്രെഡിങ് കോഡ് ജനറേറ്റർ ആ റിക്വയർഡ് കോഡ് ജനറേറ്റ് ചെയ്യുന്നു, അത് ആ ഫ്രീക്വൻസി സിന്തസൈസറിലേക്ക് കൊടുക്കുന്നു. സോ ആ കോഡിന് അനുസരിച്ചിട്ട് ഫ്രീക്വൻസി സിന്തസൈസറിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരും. ഓക്കെ, അതിനനുസരിച്ചിട്ട് അപ്പ് കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. ഓക്കെ, ദെൻ ഈ ഒരു ഫ്രീക്വൻസി ചേഞ്ച് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ചേഞ്ച് ആണ്. അതായത് നമ്മൾ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ടല്ല, ആ ഫ്രീക്വൻസീസ് ടൈമിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഹോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, സോ സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ടല്ല എപ്പോഴും ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഈ കോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഫ്രീക്വൻസിനെ ടൈമിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പല ടൈമിൽ പല ഫ്രീക്വൻസീസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ അങ്ങനെ ഫ്രീക്വൻസി ഹോപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം എന്ന് ഇതിനെ പറയുന്നത്. നമ്മൾ അതിൻ്റേതായ ഒരു പർട്ടിക്കുലർ യൂണിക് ബൈനറി ചിപ്പ് കോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ചിപ്പ് കോഡ് യൂസ് ചെയ്തിട്ടാണ് ആ എർത്ത് സ്റ്റേഷൻ അതിൻ്റെ ഡേറ്റിനെ സ്പ്രെഡ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ചിപ്പ് കോഡ് റിസീവറിൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ റിസീവറിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 എർത്ത് സ്റ്റേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 5 എർത്ത് സ്റ്റേഷനും നമ്മൾ 5 ഡിഫറെൻറ്റ് കോഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഓരോ എർത്ത് സ്റ്റേഷനും അതിൻ്റേതായ കോഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡേറ്റിനെ സ്പ്രെഡ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ റിസീവർ സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഈ 5 യൂസറും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ ആ റിസീവർ സൈഡിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ 5 റിസീവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 5 റിസീവറിനും ഈ 5 ട്രാൻസ്മിറ്റേഴ്സും സെൻഡ് ചെയ്യുന്ന ഡേറ്റ കിട്ടുന്നുണ്ട്. ദെൻ ഒരു റിസീവറിൻ്റെ കയ്യിൽ ഒരു പർട്ടിക്കുലർ കോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ ഫസ്റ്റ് ട്രാൻസ്മിറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ട്രാൻസ്മിറ്റർ യൂസ് ചെയ്യുന്ന കോഡ് 1 ആണെന്ന് വിചാരിക്കുക. ദെൻ ഫസ്റ്റ് റിസീവറിൻ്റെ കയ്യിൽ ആ കോഡ് 1 എന്ന് പറയുന്ന കോഡ് മാത്രമേ ഉണ്ടാകുള്ളൂ. ഓക്കെ, സോ ആ കോഡ് 1 യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഡേറ്റ മാത്രമേ ഈ ഫസ്റ്റ് റിസീവറിന് ഡിറ്റക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ള കോഡുകളൊന്നും ആ റിസീവറിൻ്റെ കയ്യിലില്ല. ആ കോഡ് 2 കോഡ് 5 നമ്മുടെ ഫസ്റ്റ് റിസീവറിൻ്റെ കയ്യിൽ ഇല്ല. ഓക്കെ, സോ ആ ഫസ്റ്റ് റിസീവറിന് അതിൻ്റെ കയ്യിലുള്ള കോഡ് ഏതാണോ ആ കോഡ് യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ മാത്രമേ റിസീവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയുള്ള ഡേറ്റാസൊക്കെ ഓൾറെഡി അതിൻ്റെ ആ റിസീവറിലേക്ക് വരുന്നുണ്ട്, പക്ഷേ ആ ഇൻഫർമേഷൻ ഒന്നും ഈ റിസീവർ 1നെ അഫക്റ്റ് ചെയ്യില്ല. ലെറ്റ്സ് നൗ കൺസിഡർ ദി CDMA encoder and decoder block diagrams. First consider figure A, which is the block diagram of a CDMA encoder. ഇപ്പോൾ ഈ ഒരു CDMA എൻകോഡർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് സെക്ഷൻ വന്നിരിക്കുന്നത് ഒരു മൾട്ടിപ്ലെയർ സെക്ഷനാണ്. ഈ മൾട്ടിപ്ലെയർ സെക്ഷനിലേക്ക് നമ്മൾ നമ്മുടെ ഡേറ്റ ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്, ഈ ചിപ്പ് കോഡും കൊടുത്തിട്ടുണ്ട്. ഈ ഡേറ്റ ഇൻപുട്ടും ചിപ്പ് കോഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ മൾട്ടിപ്ലെയർ സെക്ഷൻ ഒരു പ്രോഡക്റ്റ് കോഡ് ഫോം ചെയ്യുന്നു. ഓക്കെ, ദെൻ നമ്മുടെ ഈ ഇൻപുട്ട് ഡേറ്റ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഇൻപുട്ട് ഡേറ്റ എന്ന് പറയുന്നത് നോർമലി ഒരു PCM എൻകോഡഡ് ഡേറ്റ ആയിരിക്കും.
അതായത് നമ്മുടെ ആക്ച്വൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു അനലോഗ് ഫോമിൽ ആണെങ്കിൽ പോലും ആ അനലോഗ് ഡേറ്റനെ PCM മോഡുലേറ്റ് ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു ഡിജിറ്റൽ ഡേറ്റയാണ് നമ്മൾ ഈ ഒരു മൾട്ടിപ്ലെയറിലേക്ക് കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു ഇൻഫർമേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഡിജിറ്റൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സീറോസ് ആൻഡ് വൺസിൻ്റെ ഫോമിലുള്ള ഡേറ്റയാണ്. ദെൻ അതിനെ നമ്മൾ ഒരു കോഡ് വേർഡ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ഒരു കോഡ് വേർഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു കോഡ് വേർഡും സീറോസ് ആൻഡ് വൺസിൻ്റെ ഫോമിലുള്ള കോഡ് വേർഡാണ് വരുന്നത്. സോ ഈ ഡേറ്റയും ഈ കോഡ് വേർഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോഡക്റ്റ് കോഡ് കിട്ടും. സോ ഈ ഒരു പ്രോഡക്റ്റ് കോഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതും സീറോസ് ആൻഡ് വൺസിൻ്റെ ഫോമിലായിരിക്കും വരുന്നത്. ദെൻ ഈ ഒരു പ്രോഡക്റ്റ് കോഡ് നമ്മൾ PSK മോഡുലേഷൻ ചെയ്യുന്നു. PSK മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഷിഫ്റ്റ് കീയിങ് ആണ് വരുന്നത്. ഈ ഫേസ് ഷിഫ്റ്റ് കീയിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഇൻകമിങ് ഡേറ്റ 1 ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഫേസ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇൻകമിങ് ഡേറ്റ 0 ആണെന്നുണ്ടെങ്കിൽ അതിനെ വേറെ ഒരു ഫേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി കരിയറാണ് നമ്മളിവിടെ PSK മോഡുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി കരിയറിൻ്റെ ഫേസിനെ നമ്മൾ ഈ ഇൻകമിങ് പ്രോഡക്റ്റ് കോഡ് യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യുന്നു. സോ നമ്മുടെ ഇൻകമിങ് പ്രോഡക്റ്റ് കോഡ് 1 ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ +1 യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ ഇൻകമിങ് പ്രോഡക്റ്റ് കോഡ് 0 ആണെങ്കിൽ അതിനെ നമ്മൾ ഒരു 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വെച്ചിട്ട്, അതായത് -1 യൂസ് ചെയ്തിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ PSK മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ കിട്ടുന്നു. അതിൻ്റെ വാല്യൂസ് വരുന്നത് +1 അല്ലെങ്കിൽ -1 ആയിരിക്കും. ഓക്കെ, സോ +1 അല്ലെങ്കിൽ -1 ആയിട്ടുള്ള ഒരു സിഗ്നലാണ് PSK മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത്. ദെൻ അതൊരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നലായിരിക്കും. ദെൻ അതിനെ നമ്മളൊരു RF മോഡുലേറ്റർ യൂസ് ചെയ്തിട്ട് റേഡിയോ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ആ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ സാറ്റലൈറ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു എൻകോഡർ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ എൻകോഡർ സെക്ഷനിൽ ഫസ്റ്റ് മൾട്ടിപ്ലയറും ദെൻ PSK മോഡുലേഷനുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ദെൻ അതിന് പകരം ആ ഒരു ഓർഡർ ചേഞ്ച് ചെയ്ത് വന്നാലും നമുക്ക് പ്രോബ്ലം ഇല്ല. കാരണം ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ലീനിയർ ഓപ്പറേഷനാണ്. സോ ഫസ്റ്റ് PSK മോഡുലേറ്റ് ചെയ്തിട്ട് ദെൻ അതിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ ചിപ്പ് കോഡ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഈ സെയിം റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഈ ഒരു എൻകോഡർ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഡേറ്റനെ ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ PSK മോഡുലേഷൻ ചെയ്യാം. ആ PSK മോഡുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഇൻഫർമേഷനെ ചിപ്പ് കോഡ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴും നമുക്ക് ആ ഒരു സെയിം ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലുള്ള PSK മോഡുലേറ്റഡ് സിഗ്നലിൽ തന്നെയായിരിക്കും വരുന്നത്. ദെൻ ഡീകോഡർ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ വന്നിരിക്കുന്നത് RF ഡീമോഡുലേറ്റർ സെക്ഷനാണ്. സോ ഈ RF ഡീമോഡുലേറ്റർ സെക്ഷൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ആ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ കിട്ടും. ആ PSK മോഡുലേറ്റ് ചെയ്തിരിക്കുന്ന ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ നമുക്ക് RF ഡീമോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നു. ഓക്കെ, ദെൻ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നലിൽ നിന്ന് നമ്മൾ ചിപ്പ് കോഡും അക്വയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ PSK കരിയറും റിക്കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കാണാം ആ ഒരു കോഡ് അക്വിസിഷൻ ആൻഡ് ട്രാക്കിംഗ് സെക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ആ ഒരു ചിപ്പ് കോഡ് നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബാൻഡ് പാസ് ഫിൽട്ടർ ആൻഡ് കൊഹറൻറ്റ് ഫേസ് ഡിറ്റക്ടർ സെക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ PSK കരിയറും ഡിറ്റക്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ദെൻ ഈ ഒരു ചിപ്പ് കോഡും PSK കരിയറും നമ്മൾ ഒരു ബാലൻസ് മോഡുലേറ്റർ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലെയർ സെക്ഷനിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു മൾട്ടിപ്ലെയർ സെക്ഷൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഈ ചിപ്പ് കോഡ് മൾട്ടിപ്ലൈഡ് ബൈ PSK കരിയറാണ് വരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു മൾട്ടിപ്ലെയർ സെക്ഷൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഈ ഒരു ചിപ്പ് കോഡിൻ്റെ ഇൻഫർമേഷനും വരുന്നുണ്ട്, PSK കരിയറിൻ്റെ ഇൻഫർമേഷനും വരുന്നുണ്ട്. ആക്ച്വലി റിസീവർ സൈഡിൽ ഈ ഒരു ചിപ്പ് കോഡ് അതിന് ഓൾറെഡി അറിയാം. ആ ഒരു ട്രാൻസ്മിറ്ററിൻ്റെ ചിപ്പ് കോഡ് ഈ ഒരു റിസീവർ സൈഡിന് ഓൾറെഡി അറിയാം. പക്ഷേ നമ്മൾ ഈ ഒരു ചിപ്പ് കോഡ് അക്വയർ ചെയ്ത് എടുത്തിരിക്കുന്നത് സിങ്ക്രണൈസേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ.
സോ നമ്മൾ അക്വയർ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ചിപ്പ് കോഡും PSK കരിയറും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഈ ചിപ്പ് കോഡിൻ്റെ ഇൻഫർമേഷനും ഉണ്ട്, PSK കരിയറിൻ്റെ ഇൻഫർമേഷനും ഉണ്ട്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു കോറിലേറ്റർ സെക്ഷനിലേക്കാണ്. കോറിലേറ്ററിൻ്റെ ആ മൈനസ് സെക്ഷനിലേക്കാണ് നമ്മൾ ഈ മൾട്ടിപ്ലയറിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ കോറിലേറ്ററിൻ്റെ പ്ലസ് സെക്ഷനിലേക്ക് നമ്മൾ ഒരു PSK മോഡുലേറ്റഡ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നലാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ RF ഡിമോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് കോറിലേറ്ററിൻ്റെ പ്ലസ്സിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദെൻ നമ്മൾ ഈ ഒരു കോറിലേറ്ററിൻ്റെ പ്ലസ്സിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു സിഗ്നലിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ട്? PSK കരിയർ ഇൻഫർമേഷൻ ഉണ്ട്, ചിപ്പ് കോഡ് ഇൻഫർമേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഡേറ്റ ഇൻഫർമേഷനും അതിൽ വന്നിട്ടുണ്ട്. അതേസമയം ഈ കോറിലേറ്ററിൻ്റെ മൈനസിൽ വന്നിരിക്കുന്ന ആ സിഗ്നലിൽ നമുക്ക് ചിപ്പ് കോഡ് ഇൻഫർമേഷനും PSK കരിയർ ഇൻഫർമേഷനും മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ഈ രണ്ട് സിഗ്നൽസിനെ നമ്മുടെ കോറിലേറ്റർ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ ഒരു സബ്ട്രാക്ഷൻ ഓപ്പറേഷനാണ് വരുന്നത്. ഈ പ്ലസ്സിൽ വന്നിരിക്കുന്ന സിഗ്നലിൽ നിന്ന് മൈനസിൽ വന്നിരിക്കുന്ന സിഗ്നൽ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ പ്ലസ്സിൽ വന്നിരിക്കുന്ന ആ സിഗ്നലിൽ നമുക്ക് PSK കരിയർ ഇൻഫർമേഷൻ ഉണ്ട്, ചിപ്പ് കോഡ് ഇൻഫർമേഷൻ ഉണ്ട്, ഡേറ്റ ഇൻഫർമേഷൻ ഉണ്ട്. മൈനസിൽ വന്നിരിക്കുന്ന ആ സിഗ്നലിൽ നമുക്ക് PSK കരിയർ ഇൻഫർമേഷനും ചിപ്പ് കോഡും മാത്രമേ ഉള്ളൂ. സോ അത് സബ്ട്രാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർഡ് ഡേറ്റ ആയിരിക്കും. ഓക്കെ, സോ കോറിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ആ റിക്വയർഡ് ഡേറ്റ കിട്ടുന്നു. ദെൻ അതിൽ നിന്ന് ഒരു ബിറ്റ് ഡിസിഷൻ സെക്ഷൻ യൂസ് ചെയ്തിട്ട് 0 and 1 ഫോമിലുള്ള ഡേറ്റ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് എടുക്കും. ഓക്കെ, നമ്മൾ ആ എൻകോഡർ ആൻഡ് ഡീകോഡർ ബ്ലോക്ക് ഡയഗ്രാംസിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് ഈ സ്ലൈഡ് 4 എഴുതിയിരിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് നമുക്ക് CDMAയിൽ എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് നോക്കാം. ഓക്കെ, ഈ ഫിഗറിൽ ആക്ച്വലി ഡീകോഡിംഗ് സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ഒരു എൻകോഡിംഗ് എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ എൻകോഡിംഗ് ചെയ്യുമ്പോൾ ഫസ്റ്റ് PSK മോഡുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട്പുട്ടിനെയാണ് ചിപ്പ് കോഡ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ന് കൺസിഡർ ചെയ്യുക. സോ PSK മോഡുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ ആ PSK മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് +1 അല്ലെങ്കിൽ -1 ഫോമിലുള്ള ഒരു സിഗ്നലിലായിരിക്കും കിട്ടുന്നത്. നമ്മുടെ ബൈനറി ഡേറ്റ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് +1ഉം 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് -1ഉം ആയിരിക്കും നമ്മുടെ PSK മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത്. ദെൻ ആ ഒരു സിഗ്നലും ചിപ്പ് കോഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മളതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചിപ്പ് കോഡ് 1 1 -1 -1 1 1 എന്ന് പറയുന്ന ഒരു കോഡാണെന്ന് വിചാരിക്കുക. ദെൻ നമ്മുടെ PSK മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് +1 ആണെങ്കിൽ അതും നമ്മുടെ ചിപ്പ് കോഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് കോഡ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദി ചിപ്പ് കോഡ്. അതായത് നമ്മുടെ ഡേറ്റയും ചിപ്പ് കോഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് കോഡ് എന്ന് പറയുന്നതും 1 1 -1 -1 1 1 തന്നെ ആയിരിക്കും. ദെൻ PSKയുടെ ഔട്ട്പുട്ടിൽ വരുന്നത് -1 ആണെങ്കിൽ ആ -1ഉം ചിപ്പ് കോഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ചിപ്പ് കോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫേസിലുള്ള ഒരു സിഗ്നലായിരിക്കും. ദെൻ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സിഗ്നലാണ് ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ റിസീവർ സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ റിസീവർ സൈഡിൽ RF ഡിമോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഈ സെയിം പ്രോഡക്റ്റ് കോഡ് തന്നെ കിട്ടിയിട്ടുണ്ടാവും. നമ്മളിവിടെ എററൊന്നും ഇല്ലാത്ത ഒരു കേസാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് കറക്റ്റായിട്ടുള്ള ഒരു റിസപ്ഷൻ കേസാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എററൊന്നുമില്ലാതെ ട്രാൻസ്മിറ്റ് ചെയ്ത ആ പ്രോഡക്റ്റ് കോഡ് അതേപോലെ തന്നെ റിസീവർ സൈഡിൽ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ദെൻ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ആ ഡേറ്റ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫിഗർ A കൺസിഡർ ചെയ്യുക. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ആ ചിപ്പ് കോഡ് എന്ന് പറയുന്നത് അതിൽ കാണിച്ചിട്ടുണ്ട് 1 1 -1 -1 1 1 ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ചിപ്പ് കോഡ്. ദെൻ ഫിഗർ Aയിൽ 2 സെക്ഷൻസ് നമുക്ക് കാണാം.
അതായത് നമ്മൾ +1 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ റിസീവർ സൈഡിൽ വരുന്ന കേസും -1 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ റിസീവർ സൈഡിൽ വരുന്ന കേസും 2 സെക്ഷൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഫിഗർ എയിലെ ഫസ്റ്റ് സെക്ഷൻ കൺസിഡർ ചെയ്യുക. ആ +1ഉം ആ ചിപ്പ് കോഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആ പ്രോഡക്റ്റ് കോഡാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ റിസീവർ സൈഡിൽ ആ ഒരു സെയിം പ്രോഡക്റ്റ് കോഡ് അതേപോലെ തന്നെ റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ റിസീവർ സൈഡിൽ നമുക്ക് പ്രോഡക്റ്റ് കോഡ് 1 1 -1 -1 1 1 കിട്ടിയിട്ടുണ്ട്. ദെൻ ഡീകോഡറിൻ്റെ ഓപ്പറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഡീകോഡർ സെക്ഷനിൽ ചിപ്പ് കോഡ് റിക്കവർ ചെയ്യുന്നുണ്ട്. ചിപ്പ് കോഡും PSK കരിയറും റിക്കവർ ചെയ്തിട്ട് അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ കോറിലേറ്ററിലേക്ക് കൊടുത്തിട്ട് കോറിലേറ്ററിൽ നമ്മുടെ പ്രോഡക്റ്റ് കോഡും ഈ റിക്കവേർഡ് ചിപ്പ് കോഡും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രോഡക്റ്റ് കോഡും നമ്മുടെ റിക്കവേർഡ് ചിപ്പ് കോഡും ബിറ്റ് ബൈ ബിറ്റായിട്ട് കമ്പയർ ചെയ്യുന്നു. ആ കറസ്പോണ്ടിങ് ബിറ്റ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ദെൻ അവിടെ കോറിലേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെയിം ഫേസ് തന്നെയാണ് വരുന്നതെങ്കിൽ അതിനെ 1 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് സെക്ഷനിൽ കാണാം, ഫിഗർ എയുടെ ഫസ്റ്റ് സെക്ഷനിൽ കാണാം പ്രോഡക്റ്റ് കോഡും റിക്കവേർഡ് കോഡും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ സെയിം ഫേസ് തന്നെയാണ് രണ്ടിനും വന്നിരിക്കുന്നത്. സോ ആ കോറിലേഷൻ ഔട്ട്പുട്ട് നമ്മൾ നോക്കുമ്പോൾ അത് എല്ലാം 1 വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അതെല്ലാം ആഡ് ചെയ്തു വരുന്ന +6 വോൾട്ട് ആയിരിക്കും കോറിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത്. ദെൻ -1 ആണ് ട്രാൻസ്മിറ്ററിൽ നിന്ന് സെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ആ ഒരു കേസിൽ റിസീവർ സൈഡ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഫിഗർ എയിലെ സെക്കൻഡ് സെക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. -1 ആണ് സെൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ വരുന്ന പ്രോഡക്റ്റ് കോഡ് എന്ന് പറയുന്നത് ഈ ചിപ്പ് കോഡിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ആയിട്ടുള്ള സിഗ്നലായിരിക്കും വരുന്നത്. ഓക്കെ, അതായത് -1 വെച്ചിട്ട് നമ്മുടെ ചിപ്പ് കോഡ് 1 1 -1 -1 1 1നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ പ്രോഡക്റ്റ് കോഡ് എന്ന് പറയുന്നത് ആ ചിപ്പ് കോഡിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ഉള്ളത്, അതായത് -1 -1 1 1 -1 -1 ആണ് വരുന്നത്. സോ അതാണ് ട്രാൻസ്മിറ്ററിൽ നിന്ന് സെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ അത് റിസീവർ സൈഡിൽ പ്രോപ്പറായിട്ട് എററൊന്നുമില്ലാതെ റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ദെൻ റിസീവർ സൈഡിൽ ഈ പ്രോഡക്റ്റ് കോഡും റിക്കവേർഡ് ചിപ്പ് കോഡും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ദെൻ നമ്മുടെ റിക്കവേർഡ് ചിപ്പ് കോഡ് എന്ന് പറയുന്നത് 1 1 -1 -1 1 1 ആണ്. സോ ഈ പ്രോഡക്റ്റ് കോഡും റിക്കവേർഡ് ചിപ്പ് കോഡും തമ്മിൽ നമ്മുടെ ഓരോ ബിറ്റ് പൊസിഷനിലും നമ്മൾ കമ്പയർ ചെയ്യുന്നു. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഫേസുകളാണ് ഓരോ പൊസിഷനിലും വന്നിരിക്കുന്നത്. സോ ആ ഓപ്പോസിറ്റ് ഫേസ് വരുമ്പോൾ അതിനെ -1 വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ കോറിലേറ്ററിൽ ഈ കമ്പയർ ചെയ്യുമ്പോൾ സെയിം ഫേസ് ആണെങ്കിൽ അതിനെ 1 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓപ്പോസിറ്റ് ഫേസ് ആണെങ്കിൽ അതിനെ -1 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോ ഫസ്റ്റ് കേസിൽ സെയിം ഫേസുകളായിരുന്നു വന്നിരുന്നത്, അപ്പോൾ അവിടെ നമ്മൾ 1 വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഈ ഒരു കേസിൽ ഓപ്പോസിറ്റ് ഫേസുകളാണ് വന്നിരിക്കുന്നത്. സോ അവിടെ -1 വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാ ബിറ്റ് പൊസിഷനിലും ഓപ്പോസിറ്റ് ഫേസുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നമുക്ക് -1 തന്നെയാണ് എല്ലാ പൊസിഷനിലും വരുന്നത്. സോ അതിനെ ആഡ് ചെയ്ത് ഒരു -6 വോൾട്ട് ആയിരിക്കും കോറിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. സോ ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് +1 ട്രാൻസ്മിറ്റ് ചെയ്തു. റിസീവർ സൈഡിൽ അത് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ കോറിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് +6 വോൾട്ട് ആയിരിക്കും. ദെൻ ട്രാൻസ്മിറ്ററിൽ നിന്ന് -1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ആ ടൈമിൽ റിസീവറിൽ പ്രോപ്പറായിട്ട് അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോറിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് -6 വോൾട്ട് ആയിരിക്കും. ദെൻ ഈ കോറിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് ബിറ്റ് ഡിസിഷൻ സർക്യൂട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബിറ്റ് ഡിസിഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത് ത്രെഷോൾഡ് ഡിറ്റക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ബിറ്റ് ഡിസിഷൻ സർക്യൂട്ടിൻ്റെ ഇൻപുട്ടിൽ +6 ആണ് വരുന്നതെങ്കിൽ ഈ ബിറ്റ് ഡിസിഷൻ സർക്യൂട്ട് ലോജിക് 1 ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടിൽ ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ ഈ ബിറ്റ് ഡിസിഷൻ സർക്യൂട്ടിൻ്റെ ഇൻപുട്ടിൽ -6 ആണ് വരുന്നതെങ്കിൽ ഈ ബിറ്റ് ഡിസിഷൻ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിൽ ലോജിക് 0 ആയിരിക്കും അത് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആ രണ്ട് ത്രെഷോൾഡ് ലെവലിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു. +6 ആണെങ്കിൽ ലോജിക് 1 ആയിട്ട് കാണിക്കും,
കാണിക്കും, -6 ആണെങ്കിൽ ലോജിക് 0 ആയിട്ട് കാണിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ബിറ്റ് ഡിസിഷൻ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിൽ ആ റിക്വയർഡ് ഡേറ്റ കിട്ടും. നൗ നമുക്ക് ഈ ഒരു സെക്കൻഡ് ഫിഗർ കൺസിഡർ ചെയ്യാം, ഫിഗർ ബി. ഈ ഫിഗർ ബിയിൽ കാണിച്ചിരിക്കുന്നത് ഓർത്തോഗണൽ കോഡിൻ്റെ കേസാണ്. അതായത് നമുക്കറിയാം CDMAയിൽ ഓരോ യൂസറിനും അതിൻ്റേതായ ഒരു കോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ദെൻ ആ കോഡുകൾ എന്ന് പറയുന്നത് ഓർത്തോഗണൽ കോഡ്സ് ആയിരിക്കും വരുന്നത്. അതായത് ആ കോഡുകൾ തമ്മിൽ ഇൻ്ററാക്ഷൻ ഉണ്ടായിരിക്കില്ല. സോ ഒരു എക്സാമ്പിളായിട്ട് 2 ട്രാൻസ്മിറ്റേഴ്സും 2 റിസീവേഴ്സും ഉള്ള ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക. സോ 2 ട്രാൻസ്മിറ്റേഴ്സിന് 2 സെപ്പറേറ്റ് കോഡ്സ് നമുക്ക് കൊടുക്കണം. ആ കോഡുകൾ എന്ന് പറയുന്നത് ഓർത്തോഗണൽ കോഡ്സും ആയിരിക്കണം. നൗ ഫസ്റ്റ് ട്രാൻസ്മിറ്ററിൻ്റെ ചിപ്പ് കോഡ് നമ്മൾ ഫിഗർ എയിൽ പറഞ്ഞ ആ ഒരു ചിപ്പ് കോഡാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് 1 1 -1 -1 1 1 ആണ് ഫസ്റ്റ് ട്രാൻസ്മിറ്ററിൻ്റെ ചിപ്പ് കോഡ്. ദെൻ സെക്കൻഡ് ട്രാൻസ്മിറ്ററിന് കൊടുക്കുന്ന ചിപ്പ് കോഡ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ട്രാൻസ്മിറ്ററിൻ്റെ ചിപ്പ് കോഡിന് ഓർത്തോഗണലായിട്ടുള്ള കോഡായിരിക്കണം കൊടുക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു എക്സാമ്പിളിൽ എങ്ങനെയാണ് ആ ഒരു ഓർത്തോഗണൽ കോഡ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇഫ് ഹാഫ് ദി ബിറ്റ്സ് വിത്തിൻ എ കോഡ് വെർ മെയ്ഡ് ദി സെയിം ആൻഡ് ഹാഫ് വെർ മെയ്ഡ് എക്സാക്ട്ലി ദി ഓപ്പോസിറ്റ്, ദ റിസൾട്ടൻറ്റ് വുഡ് ബി 0 ക്രോസ് കോറിലേഷൻ ബിറ്റ്വീൻ ചിപ്പ് കോഡ്സ് ആൻഡ് സച്ച് കോഡ്സ് ആർ ഓർത്തോഗണൽ കോഡ്സ്. അതായത് ഫസ്റ്റ് നമ്മൾ ആ ഒരു ചിപ്പ് കോഡ് കൺസിഡർ ചെയ്യുക, ഫസ്റ്റ് ട്രാൻസ്മിറ്ററിൻ്റെ ചിപ്പ് കോഡ് കൺസിഡർ ചെയ്യുക, അതിൽ ഹാഫ് ബിറ്റ്സിനെ നേരെ ഓപ്പോസിറ്റ് ആക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓർത്തോഗണൽ കോഡ് കിട്ടും. ഓക്കെ, സോ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ആ ഒരു ഓർത്തോഗണൽ കോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 1 -1 1 -1 -1. ഓക്കെ, അതായത് ആ ലാസ്റ്റത്തെ 3 ബിറ്റുകൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആക്കി. ഓക്കെ, നൗ സെക്കൻഡ് ട്രാൻസ്മിറ്റർ ഈ ഓർത്തോഗണൽ കോഡ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ഈ സെക്കൻഡ് ട്രാൻസ്മിറ്റർ അതിൻ്റെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് റിസീവർ 2ലേക്കാണ്. ഓക്കെ, സോ റിസീവർ 2ൻ്റെ കയ്യിലാണ് ഈ ഓർത്തോഗണൽ കോഡ് ഉള്ളത്. റിസീവർ 1ൻ്റെ കയ്യിൽ ഫസ്റ്റ് ട്രാൻസ്മിറ്ററിൻ്റെ ആ കോഡാണ് ഉള്ളത്. ഓക്കെ, അതായത് ഫസ്റ്റ് റിസീവറിൻ്റെ കയ്യിലുള്ള കോഡ് 1 1 -1 -1 1 1. ദെൻ സെക്കൻഡ് റിസീവറിൻ്റെ കയ്യിലുള്ള കോഡ് 1 1 -1 1 -1 -1. ഓക്കെ, ദെൻ നമുക്കറിയാം CDMAയിൽ എല്ലാ ട്രാൻസ്മിറ്ററുകളും സൈമൾട്ടേനിയസ് ആയിട്ടാണ് അതിൻ്റെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ റിസീവർ സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ റിസീവർ 1ഉം റിസീവർ 2ഉം ഈ 2 ട്രാൻസ്മിറ്ററും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് റിസീവർ 1ൽ ട്രാൻസ്മിറ്റർ 1ൽ നിന്നും ട്രാൻസ്മിറ്റർ 2ൽ നിന്നും ഉള്ള ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ റിസീവർ 2ലും ഈ 2 സിഗ്നൽസും വരുന്നുണ്ട്. ദെൻ നമ്മൾ റിസീവർ 1 കൺസിഡർ ചെയ്യുക. റിസീവർ 1ൽ ട്രാൻസ്മിറ്റർ 1ൽ നിന്ന് വരുന്ന ഡേറ്റനെ അത് പ്രോസസ്സ് ചെയ്യുന്നത് ഈ ഫിഗർ എയിൽ കാണിച്ചിരിക്കുന്ന രീതിയിലായിരിക്കും. ദെൻ ട്രാൻസ്മിറ്റർ 2ൽ നിന്നുള്ള സിഗ്നൽ റിസീവർ 1ൽ വരുമ്പോൾ ഈ റിസീവർ 1 ഈ ട്രാൻസ്മിറ്റർ 2ൽ നിന്നുള്ള സിഗ്നലിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഫിഗർ ബിയിൽ കാണിച്ചിരിക്കുന്നത്. സോ ആ ഒരു ഫിഗർ ബിയിൽ നമുക്ക് കാണാം ട്രാൻസ്മിറ്റർ 2 +1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ +1ഉം ഓർത്തോഗണൽ കോഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ പ്രോഡക്റ്റ് കോഡ്, അതായത് 1 1 -1 1 -1 -1 അതായിരിക്കും ട്രാൻസ്മിറ്റർ 2 സെൻഡ് ചെയ്യുന്നത്. ദെൻ -1 ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ -1ഉം ഓർത്തോഗണൽ കോഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ പ്രോഡക്റ്റ് കോഡായിരിക്കും ട്രാൻസ്മിറ്റർ 2 സെൻഡ് ചെയ്യുന്നത്. ദെൻ റിസീവർ 1ലേക്കും ഈ ഇൻഫർമേഷൻ പോകുന്നുണ്ട്. സോ റിസീവർ 1ൽ ഈ പ്രോഡക്റ്റ് കോഡുകൾ അത് റിസീവ് ചെയ്യും. ദെൻ റിസീവർ 1ൽ ഈ പ്രോഡക്റ്റ് കോഡുകൾ കമ്പയർ ചെയ്യുന്നത് ട്രാൻസ്മിറ്റർ 1ൻ്റെ ചിപ്പ് കോഡ് വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെയിം ഫേസ് ആണെങ്കിൽ 1 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഫേസ് ആണെങ്കിൽ -1 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ ആ ഡേറ്റ +1 ആകുമ്പോഴുള്ള ഒരു സെക്ഷൻ, ലെഫ്റ്റിൽ കിടക്കുന്ന ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. ഈ പ്രോഡക്റ്റ് കോഡും റിക്കവേർഡ് ചിപ്പ് കോഡും തമ്മിൽ റിസീവർ 1ൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 3 1കളും 3 -1കളുമാണ്.
സോ അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 വോൾട്ടാണ്. സോ ട്രാൻസ്മിറ്റർ 2ൻ്റെ ഡേറ്റ കാരണം റിസീവർ 1ൽ നമുക്ക് വന്നിരിക്കുന്നത് 0 വോൾട്ടാണ്. അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ 2ൻ്റെ ഇഫക്റ്റ് റിസീവർ 1ൽ വന്നിട്ടില്ല. നമ്മുടെ ഡേറ്റ -1 ആകുമ്പോഴുള്ള ആ ഒരു സെക്ഷനും കൺസിഡർ ചെയ്യുക. അവിടെയും ഈ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 3 -1കളും 3 1കളുമാണ് വന്നിരിക്കുന്നത്. അവിടെയും ആഡ് ചെയ്ത് കഴിയുമ്പോൾ 0 വോൾട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഓർത്തോഗണൽ കോഡ് വെച്ചിട്ട് എൻകോഡ് ചെയ്ത ഡേറ്റ ആയിട്ട് നമ്മുടെ ചിപ്പ് കോഡ് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ 0 വോൾട്ടേജ് ആയിരിക്കും കോറിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത്. സോ നമ്മുടെ റിക്വയർഡ് ട്രാൻസ്മിറ്ററിൽ നിന്നുള്ള ഡേറ്റ ഒഴിച്ച് ബാക്കിയുള്ള ട്രാൻസ്മിറ്റേഴ്സിൽ നിന്നുള്ള ഡേറ്റാസ് കാരണം കോറിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ 0 ആയിരിക്കും വരുന്നത്. സോ റിസീവർ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു റിസീവറിന് ഒരു പർട്ടിക്കുലർ ട്രാൻസ്മിറ്ററിൽ നിന്നുള്ള ഡേറ്റ റിസീവ് ചെയ്യണമെങ്കിൽ ആ ട്രാൻസ്മിറ്ററിൻ്റെ ചിപ്പ് കോഡ് അറിഞ്ഞിരിക്കണം. ആ ഒരു ചിപ്പ് കോഡ് യൂസ് ചെയ്തിട്ട് ഡേറ്റയെ റിസീവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ആ ഫിഗർ എയിലെ ഫോമിലുള്ള റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ റിസീവറിൻ്റെ കയ്യിൽ ഇല്ലാത്ത കോഡ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റനെ റിക്കവർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ 0 ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരുന്നത്. സോ അങ്ങനെ ഓർത്തോഗണൽ കോഡ്സ് നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രാൻസ്മിറ്റേഴ്സിൽ നിന്നുള്ള ഡേറ്റാസിനെ അവോയ്ഡ് ചെയ്തിട്ട് ആ റിക്വയർഡ് ട്രാൻസ്മിറ്ററിൽ നിന്നുള്ള ഡേറ്റനെ മാത്രം റിസീവറിന് റിസീവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ആ ഫിഗർ എ കൺസിഡർ ചെയ്തിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഈ സ്ലൈഡ് 6ൽ കാണിച്ചിരിക്കുന്നത്. അതൊന്ന് വായിച്ച് നോക്കുക. ഫിഗർ ബി വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഈ സ്ലൈഡ് 7ൽ ഉള്ളത്. അതും ഒന്ന് വായിച്ച് നോക്കിയേക്കുക. ടൈപ്സ് ഓഫ് സ്പ്രെഡ് സ്പെക്ട്രം മോഡുലേഷനാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 3 ടൈപ്പുകളാണ് മെയിനായിട്ട് വരുന്നത്. ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം, ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം ആൻഡ് ഡയറക്റ്റ് സീക്വൻസ് ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം. ഇതിൽ ഈ ഡയറക്റ്റ് സീക്വൻസ് ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ 2 കേസിൻ്റെയും കൂടി ഒരു ഹൈബ്രിഡ് കേസാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം എന്താണ് എന്നുള്ളത് നോക്കാം. ഒരു ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ ഡേറ്റ ഇൻപുട്ടും ചിപ്പ് കോഡും തമ്മിൽ ഡയറക്റ്റ്ലി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മുടെ ഡേറ്റ ഇൻപുട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് കൂടുതലാണ്. ഓക്കെ, ലോ ഫ്രീക്വൻസി സിഗ്നലാണ് നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ വരുന്നത്. സോ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് കുറവാണ്. ദെൻ അതിനെ നമ്മൾ ഒരു ഹൈ ഫ്രീക്വൻസി ചിപ്പ് കോഡ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ചിപ്പ് കോഡിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും കമ്പയർഡ് ടു ഡേറ്റ ഇൻപുട്ട്. ഓക്കെ, സോ ഫ്രീക്വൻസി കൂടുതലാണ്, അല്ലെങ്കിൽ ടൈം പീരീഡ് കുറവായിരിക്കും വരുന്നത്. ഓക്കെ, സോ ആ ഒരു ചിപ്പ് കോഡ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. ഓക്കെ, സോ ഈ ചിപ്പ് കോഡും നമ്മുടെ ഡേറ്റ ഇൻപുട്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആ ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഔട്ട്പുട്ടിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദാറ്റ് ഓഫ് ചിപ്പ് കോഡ്. സോ ഒരു ലോ ഫ്രീക്വൻസി ഇൻഫർമേഷനെ ഈ ഹൈ ഫ്രീക്വൻസി ചിപ്പ് കോഡ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഹൈ ഫ്രീക്വൻസി ഫോമിലേക്ക് ആ ഡേറ്റനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. നമ്മുടെ ഇൻഫർമേഷനെ ഒരു ഹൈ ഫ്രീക്വൻസി ചിപ്പ് കോഡ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു, എന്നിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം മെത്തേഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് നമ്മൾ ഇൻഫർമേഷനെ ഒരു ഹൈ ഫ്രീക്വൻസി ചിപ്പ് കോഡ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, സോ ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം ഈസ് പ്രൊഡ്യൂസ്ഡ് when a bipolar data modulated signal is linearly multiplied by the spreading signal in a special balanced modulator called a spreading correlator. അതായത് PSK മോഡുലേഷൻ ചെയ്ത നമ്മുടെ ഡേറ്റനെ ചിപ്പ് കോഡ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then the spreading chord rate RCW is equal to 1 divided by TC, where TC is the duration of a single bipolar pulse.
ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എ ചിപ്പ്. ഓക്കെ, സോ സ്പ്രെഡിങ് കോഡ് റേറ്റ് അല്ലെങ്കിൽ ചിപ്പ് റേറ്റ് എന്ന് പറയുന്നത് 1/TC ആണ്. TC എന്ന് പറയുന്നതാണ് ആ ഒരു ചിപ്പിൻ്റെ ടൈം പീരീഡ്, അല്ലെങ്കിൽ ആ ഒരു സ്പ്രെഡിങ് കോഡ് അല്ലെങ്കിൽ ആ ഒരു ചിപ്പ് കോഡിൻ്റെ ആ ഒരു ടൈം പീരീഡ് വരുന്നതാണ് TC. Then the chip rates are 100 to 1000 times faster than the data message. Therefore, the chip times are 100 to 1000 times shorter in duration than the time of a single data bit. And as a result, the transmitted output frequency spectrum using spread spectrum is 100 to 1000 times wider than the bandwidth of the initial PSK data modulated signal. Okay, അതായത് ആ ലോ ഫ്രീക്വൻസി ഡേറ്റിനെ ഈ ഹൈ ഫ്രീക്വൻസി ചിപ്പ് കോഡ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും ഒരു ഹൈ ഫ്രീക്വൻസി ഔട്ട്പുട്ട് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു ലാർജ് ബാൻഡ് വിഡ്ത്തിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. This is the block diagram for a direct sequence spread spectrum system. And as shown in this figure, the data source directly modulates the carrier signal, which is then further modulated in the spreading correlator by the spreading code word. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻപുട്ട് ഡേറ്റിനെ ഫസ്റ്റ് PSK മോഡുലേഷൻ ചെയ്യുന്നു. ആ PSK മോഡുലേഷൻ ചെയ്തിട്ട് ആ ഒരു സ്പ്രെഡിങ് കോറിലേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ചിപ്പ് കോഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്യുന്നു. ഈ ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് കാണാം ഈ സിസ്റ്റത്തിൻ്റെ മെയിൻ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് FCL ആണ്. ദെൻ നമ്മുടെ ഇൻപുട്ട് ഡേറ്റിനെ നമ്മൾ PCM മോഡുലേഷനൊക്കെ ചെയ്ത് ഒരു ഇൻപുട്ട് ഡേറ്റ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആ ഇൻപുട്ട് ഡേറ്റ രജിസ്റ്ററിൽ നിന്ന് നമ്മൾ ആ ഇൻഫർമേഷൻ റീഡ് ചെയ്തെടുക്കുന്നത് FCL/N ഫ്രീക്വൻസി റേറ്റിലാണ്. ഒരു ലോ ഫ്രീക്വൻസി റേറ്റിലാണ് നമ്മുടെ ഇൻപുട്ട് ഡേറ്റ PSK മോഡുലേറ്റർ സെക്ഷനിലേക്ക് പോയിരിക്കുന്നത്. ദെൻ ഈ ഒരു സ്പ്രെഡിങ് കോഡ് ജനറേറ്റർ കാണുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ആ ഫ്രീക്വൻസി വന്നിരിക്കുന്നത് FCL ആണ്. ഓക്കെ, ആ ഒരു ഹൈ ഫ്രീക്വൻസി റേറ്റിലാണ് നമ്മുടെ സ്പ്രെഡിങ് കോഡ് വരുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു സ്പ്രെഡിങ് കോറിലേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ PSK മോഡുലേറ്റഡ് ഇൻഫർമേഷനും ഈ ചിപ്പ് കോഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ നമ്മുടെ ഡേറ്റ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി വന്നിരിക്കുന്നത് FCL/N ആണ്. സ്പ്രെഡിങ് കോഡ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി വന്നിരിക്കുന്നത് FCL ആണ്. ഓക്കെ, സോ ലോ ഫ്രീക്വൻസിയിലുള്ള ഡേറ്റനെ ഹൈ ഫ്രീക്വൻസി സ്പ്രെഡിങ് കോഡ് വെച്ചിട്ട് ഈ സ്പ്രെഡിങ് കോറിലേറ്റർ യൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ സ്പ്രെഡിങ് കോറിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു ഹൈ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ കിട്ടും. ദെൻ അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, then the spreading codes used in spread spectrum systems are either maximal length sequence codes, sometimes called M sequence codes, or gold codes. And these gold codes are combinations of maximal length codes and invented especially for multiple access CDMA applications. And there is a relatively large set of gold codes available with minimal correlation between chip codes. Let's now consider the frequency hopping spread spectrum. This frequency hopping is a form of CDMA where a digital code is used to continually change the frequency of the carrier. Here the carrier is first modulated by the data message and then up-converted using a frequency synthesized local oscillator whose output frequency is determined by an n-bit pseudo-random noise code produced in a spreading code generator. The simplified block diagram for a frequency hopping spread spectrum transmitter is shown in this figure. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഡേറ്റനെ ഫസ്റ്റ് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നു. ഈ ഒരു ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് FSK മോഡുലേഷനാണ്. FSK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് മോഡുലേഷൻ ടെക്നിക്കാണ്. അതായത് 0നെ ഒരു ഫ്രീക്വൻസി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, 1നെ വേറെ ഒരു ഫ്രീക്വൻസി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. രണ്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് നമ്മൾ യൂസ് ചെയ്യുന്നു 0നെയും 1നെയും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. അതാണ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് മോഡുലേഷൻ എന്ന് പറയുന്നത്. സോ ഡേറ്റനെ ഫസ്റ്റ് നമ്മൾ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് മോഡുലേറ്റ് ചെയ്യുന്നു. ദെൻ അതിനെ വേറൊരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ അപ്പ് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ആ ഒരു ഫ്രീക്വൻസി ചേഞ്ച് ഏതൊരു ഫ്രീക്വൻസിയിലേക്കാണ് അത് അപ്പ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു കോഡ് യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ ഈ ചിപ്പ് കോഡ് യൂസ് ചെയ്തിട്ടാണ് ഏത് ഫ്രീക്വൻസിയിലേക്കാണ് ഇതിനെ അപ്പ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്.
സോ ഇവിടെ നമുക്ക് കാണാം ആ ഒരു സ്പ്രെഡിങ് കോഡ് ജനറേറ്റർ ആ റിക്വയർഡ് കോഡ് ജനറേറ്റ് ചെയ്യുന്നു, അത് ആ ഫ്രീക്വൻസി സിന്തസൈസറിലേക്ക് കൊടുക്കുന്നു. സോ ആ കോഡിന് അനുസരിച്ചിട്ട് ഫ്രീക്വൻസി സിന്തസൈസറിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരും. ഓക്കെ, അതിനനുസരിച്ചിട്ട് അപ്പ് കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. ഓക്കെ, ദെൻ ഈ ഒരു ഫ്രീക്വൻസി ചേഞ്ച് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ചേഞ്ച് ആണ്. അതായത് നമ്മൾ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ടല്ല, ആ ഫ്രീക്വൻസീസ് ടൈമിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഹോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, സോ സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ടല്ല എപ്പോഴും ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഈ കോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഫ്രീക്വൻസിനെ ടൈമിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പല ടൈമിൽ പല ഫ്രീക്വൻസീസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ അങ്ങനെ ഫ്രീക്വൻസി ഹോപ്പ് ചെയ്യുകയാണ്, അതുകൊണ്ടാണ് ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം എന്ന് ഇതിനെ പറയുന്നത്. So with frequency hopping, the total available bandwidth is partitioned into smaller frequency bands and the total transmission time is subdivided into smaller time slots. And the idea is to transmit within a limited frequency band for only a short time, then switch to another frequency band and so on. And this process continues indefinitely. And the frequency hopping pattern is determined by a binary spreading code. Each station uses a different code sequence. And a typical hopping pattern is shown in this figure. ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാം ആ ഒരു കോഡ് സീക്വൻസ് കൺസിഡർ ചെയ്യുക. ആ കോഡിനെ നമ്മൾ ഈക്വൽ ടൈം ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ ഒരു ടൈം ഇൻ്റർവെല്ലിലെ ആ ഒരു കോഡിൻ്റെ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് ആ ഫ്രീക്വൻസി വരുന്നത്. ഫസ്റ്റ് ടൈം ഇൻ്റർവെല്ലിൽ ആ 0010 ആ കോഡ് സെക്ഷൻ വന്നിരിക്കുന്നത്, അവിടെ F2 ഫ്രീക്വൻസി യൂസ് ചെയ്തു. ദെൻ സെക്കൻഡ് ടൈം ഇൻ്റർവെല്ലിൽ 0100 ആ കോഡ് സെക്ഷൻ വന്നിരിക്കുന്നത്, അവിടെ F4 ഫ്രീക്വൻസി യൂസ് ചെയ്തു. അങ്ങനെ സോ ഇവിടെ നമ്മൾ ആ ടോട്ടൽ ബാൻഡ് വിഡ്ത്തിനെ ആ സ്മോൾ ബാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ടൈം സ്ലോട്ടും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ ഓരോ ടൈം സ്ലോട്ടിലും വന്നിരിക്കുന്ന ആ കോഡ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ആ ഫ്രീക്വൻസി യൂസ് ചെയ്യും. സോ ഓരോ ടൈം സ്ലോട്ടിലും ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ആണ് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ആ ഇൻഫർമേഷൻ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ ഹോപ്പിംഗ് ഫ്രീക്വൻസീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. So with frequency hopping, each earth station within a CDMA network is assigned a different frequency hopping pattern, and each transmitter switches or hops from one frequency band to the next according to their assigned pattern. Then with this frequency hopping, each station uses the entire RF spectrum but never occupies more than a small portion of that spectrum at any one time. Then FSK is the modulation scheme most commonly used with frequency hopping. Then the number of stations in a given frequency hopping system is limited by the number of unique hopping patterns that can be generated. Okay, അതായത് ഓരോ യൂസറിനും നമുക്ക് ഓരോ പാറ്റേൺ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ കോഡുകൾ പ്രൊവൈഡ് ചെയ്യണം. ആ കോഡ് യൂസ് ചെയ്തിട്ടാണ് ആ ഫ്രീക്വൻസി ഹോപ്പിംഗ് അത് ചെയ്യുന്നത്. ഓക്കെ, സോ എത്ര യൂണിക് കോഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അത്രയും യൂസേഴ്സിനെ നമുക്ക് ഓക്യുപ്പൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.